നറുമുഖയേ നറുമുഖയേ നീയൊരു നാഴികை നില്ലായി செங்கனி ஊறிய வாய் திறந்து നീയൊരു തിരുമൊഴി സൊല്ലായി അற்றை തിങ്കൾ. ഹായ് ഹലോ നമസ്കാരം. വൈബ് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് കിന്നക്കോറയിലേക്കാണ്. കിന്നക്കോര എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ്. ഈ ഒരു കിടിലൻ മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലമാണ്. തിങ്കളൻ നിലവിൽ നെற்றிത്തരള നീർ വടിയ കൊട്ടപ്പൊയ്കയാടിയവൾ നീ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കിന്നക്കോര എന്ന സ്ഥലത്തേക്കുള്ള യാത്രാമധ്യയുള്ള ഒരു ചെറു ഗ്രാമത്തിലാണ്. തായ്ശോല എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്ററാണ് കിന്നക്കോറയിലേക്കുള്ളത്. തായ്ശോല മുള്ളിയിൽ നിന്നും 43ഓളം ഹെയർ പിന്നുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് മാഞ്ചൂരിലെത്താം. മാഞ്ചൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ഹരിതഭംഗിയുള്ള മലഞ്ചെരുവിലൂടെ യാത്ര തിരിച്ചാൽ നമുക്ക് തായ്ശോല എന്ന അതിമനോഹരമായ ഗ്രാമത്തിലെത്താം. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകൾ എഴുതിയതാരേ, നിലവുകൾ എഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. തായ്ശോലയിൽ നമുക്ക് കാണാൻ കഴിയുക ചെറിയൊരു പോസ്റ്റ് ഓഫീസും പിന്നെ ഒരു ക്യാൻറ്റീൻ, പാടികളിൽ താമസിക്കുന്ന കുറച്ച് ജീവിതങ്ങളും മാത്രമാണ് ഇവിടെ. ഒരു കൊച്ചു ഗ്രാമം. ഗ്രാമം ചെറുതാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. കണ്ടാലും കണ്ടാലും തീരാത്ത അതിമനോഹരമായ കൊച്ചു ഗ്രാമം. என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். നട്ടുച്ച നേരത്തും നല്ല തണുത്ത കാറ്റും കിടിലൻ കാലാവസ്ഥയുമാണ്. ഇവിടുത്തെ കാലാവസ്ഥയും കാഴ്ചകളെ കണ്ട് ഞങ്ങൾ വീണ്ടും കിന്നക്കോര ലക്ഷ്യമാക്കി നീങ്ങി. என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன். வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே, அதற்காகத்தான் வாடினேன். முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன். तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही अँखियों की ठंडक, तू ही दिल की है दस्तक. और कुछ ना जानू मैं, बस इतना ही जानू तुझ में रब दिखता है यारा. मैं क्या करूं, सजदे सर झुकता है यारा. मैं क्या करूं, तुझ में रब दिखता है यारा. मैं क्या करूं. ഇളവേലു തഴുകീരു മുകുളമിതൾ നീട്ടി ഇതളുകൾ. കിന്നക്കോറയിലേക്കുള്ള വഴികൾ അധികവും കാട്ടുപാതകളാണ്. തായ്ശോലയിൽ നിന്നും 4 കിലോമീറ്റർ കഴിഞ്ഞാൽ വഴികൾ 2 വഴിയായി പിരിയുന്നത് കാണാം. ഒന്ന് അപ്പർ ഭവാനിയിലേക്കും ഒന്ന് കിന്നക്കോറയിലേക്കും. ഇനിയുമുണ്ട് 16 കിലോമീറ്റർ, അതും കാടിന്റെ വന്യതയിലൂടെയുള്ള യാത്ര. പോകുന്ന വഴികളിലെല്ലാം പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. ഇതെല്ലാം ആസ്വദിച്ചു വേണം കിന്നക്കോറയിലേക്കുള്ള യാത്ര.
പോകുന്ന വഴിയിൽ കണ്ട ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഇതിനു മുകളിൽ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. പക്ഷേ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോകുന്നത് ശിക്ഷാർഹമാണ്. അങ്ങനെ ഞങ്ങൾ കിന്നക്കോരയിലെത്തി. ആദ്യം തന്നെ ഒരു ടീ ഫാക്ടറിയാണ് കാണാൻ കഴിയുക. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ വീടുകൾ. കിന്നക്കോര എന്ന ഗ്രാമത്തിലേക്ക് അമിതമായ പ്രതീക്ഷകളൊന്നും വെച്ച് ആരും വരേണ്ടതില്ല. കാരണം ഇതൊരു ചെറിയ തമിഴ് ഉൾനാടൻ ഗ്രാമമാണ്. കൃത്രിമത്വം ഒട്ടും കലർത്താത്ത ഒരു ചെറിയ ഗ്രാമം. അങ്ങനെ കിന്നക്കോര എന്ന ഗ്രാമത്തിലെ ഒരു കുഞ്ഞു ചായക്കടയിൽ നിന്നും ഒരു സുലൈമാനിയൊക്കെ അടിച്ച് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. കിന്നക്കോരയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആസ്വദിക്കേണ്ടത് വഴിയോര കാഴ്ചകൾ മാത്രമാണ്. ഇവിടെ കണ്ട നല്ലൊരു കാഴ്ചയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.